ഞാൻ Sreedevi Babu. ഞാൻ March 2023 strategic business reporting December 2022 financial management Oman rank holder ആണ് ഞാൻ. ACCA made a lot of sense to me. ആ ഒരു പേപ്പർ ഇഫ് യു ഡിൻ ക്ലിയർ ആ ഒരു പേപ്പർ മാത്രം എഴുതിയാൽ മതി. പിന്നെ ACCAയുടെ ക്വാളിഫിക്കേഷനിൽ ഇപ്പോൾ എക്സാംസിൽ വി ആർ ടെസ്റ്റഡ് മോർ ഓൺ ആപ്ലിക്കേഷൻ. അപ്പോൾ അത് റിയൽ ലൈഫ് സിനാരിയോസിലും ഇപ്പോൾ ഒരു വർക്ക് പ്ലേസ് എൻവയറമെൻറ്റിലൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് ഐ ഫിഗേർഡ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ACCA കുറിച്ച് എൻക്വയറി ചെയ്യുന്നത്. പിന്നെ ഐ അണ്ടർസ്റ്റുഡ് അത് വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു റെലത്തിലും ACCA ഈസ് വെരി മച്ച് ഡിമാൻഡ്. അപ്പോൾ അങ്ങനെയാണ് ACCAയിലേക്ക് കയറുന്നത്. So definitely Lakshya has played a huge role in helping me achieve my accomplishments. And the way I've observed this, Lakshyaയുടെ coaching prepares us. ഇപ്പോൾ നമ്മളൊരു എക്സാമിലൊരു സിനാരിയോ ഫേസ് ചെയ്യാണ് വേർ നമ്മളിപ്പോൾ അത്ര സ്ട്രോങ് അല്ലാത്തൊരു പോർഷൻ ഇസ് ബീങ് ടെസ്റ്റഡ് ഒരു ക്വസ്റ്റ്യനിൽ. ആ ഒരു മൊമെൻറ്റിൽ സ്റ്റക്ക് ആവണതിന് പകരം വി നീഡ് ടു മൂവ് ഓൺ. ആ ഒരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ലക്ഷ്യയുടെ ക്ലാസ്സസ് നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആ ഒരു ഒറ്റ ചോദ്യം കാരണം നമ്മുടെ എൻറ്റയർ എക്സാം പെർഫോമൻസ് അഫക്റ്റ് ആവരുത്. ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനും ലക്ഷ്യ റിയലി ഹെൽപ്ഡ്. ഓൾസോ ടൈം മാനേജ്മെൻറ്റ് വിച്ച് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. കാരണം അപ്ലൈഡ് സ്കിൽസും അപ്ലൈഡ് നോളജ് പേപ്പേഴ്സും നമുക്ക് പിന്നെയും സമയം മാനേജ് ചെയ്ത് പോകാം. പക്ഷേ വൺസ് യു റീച്ച് സ്ട്രറ്റീജിക് പ്രൊഫഷണൽ പേപ്പേഴ്സ് ഓൾമോസ്റ്റ് 100 മാർക്സിന് കംപ്ലീറ്റ് തിയറിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ ശരിക്കും അറിയില്ല. So you have to keep a very prompt eye on time as well. So my point is, along with very good knowledge of the core syllabus, നമുക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ അഡീഷണൽ ഫാക്ടേഴ്സ് വിച്ച് ആർ സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ACCA സ്റ്റുഡൻസ് ടു പെർഫോം വെരി വെൽ ഇൻ ആ പേപ്പേഴ്സ്, അത് നമുക്ക് ലക്ഷ്യയുടെ ക്ലാസ്സിൽ നിന്നും ലഭിക്കും. ആൻഡ് അക്കോർഡിംഗ് ടു മീ ദാറ്റ് ഇസ് വാട്ട് മേക്സ് ലക്ഷ്യ എക്സ്ട്രോർഡിനറി, or that is what sets Lakshya's classes apart. ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ പഠിത്തത്തിലായാലും ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നല്ല കൺസിസ്റ്റൻ്റ് ആയിരുന്നു. കാരണം ഈ ഒരു എക്സാം എടുത്താൽ ആ എക്സാമിലുള്ള ആ പോർഷനിലുള്ള കോൺസെപ്റ്റ്സ് അത് ഗ്രാസ്പ് ചെയ്യാനും എക്സാംസിൽ ഇപ്പോൾ വരുന്ന ചോദ്യങ്ങളുടെ സിനേറിയോയിൽ ആ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനും അതിനൊക്കെ ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്സ്. അത് ഓവർനൈറ്റ് നടക്കില്ല. അപ്പോൾ ഇറ്റ് റിക്വയേഴ്സ് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ അതിന് ഐ ബിലീവ് കൺസിസ്റ്റൻസി ഈസ് ദ കീ. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ എന്നെ പേഴ്സണലി നല്ലോണം എക്സാം ഡേയുടെ അന്ന് റിവിഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു ടിപ്പാണ് ഞാൻ ഈ നോട്ട്സ് എഴുതുന്ന നോട്ട്ബുക്കിൻ്റെ പുറകിൽ ലാസ്റ്റ് ഫ്യൂ പേജസിൽ ഐ വുഡ് നോട്ട് ഡൗൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓൺ ദി എക്സാം ഡേ. ലൈക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാം കിട്ടിയെന്ന് ഒരു ചോദ്യം എടുത്തിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ നാച്ചുറലി ആൻസേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ മോസ്റ്റ് ലൈക്ലി ഫുൾ കറക്റ്റായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ വാട്ട് ഐ മിസ്ഡ് ഔട്ട് അത് ഞാനൊരു ബ്രീഫ് സമ്മറി ആയിട്ട് ഞാൻ ആ ലാസ്റ്റ് പേജിൽ എഴുതും. അപ്പോൾ ഓൺ ദി എക്സാം ഡേ എനിക്ക് അന്ന് ഞാൻ എന്താ തെറ്റുണ്ടാക്കിയത് അതെനിക്ക് റിയൽ എക്സാമിന് അവോയ്ഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇറ്റ് ക്രിയേറ്റ്സ്. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് റിയലി ഹെൽപ്പ് മീ. പിന്നെ ലക്ഷ്യയുടെ ടീച്ചേഴ്സ് പറഞ്ഞത് ടെക്നിക്കൽ ആർട്ടിക്കിൾസിൽ നല്ലോണം ഫോക്കസ് ചെയ്യണം, വിച്ച് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ സ്ട്രറ്റീജിക് പ്രൊഫഷണൽ പേപ്പേഴ്സ്. കാരണം അതിലൊക്കെ കുറേ കൂടെ ആപ്ലിക്കേഷൻ തിയറി ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. ഡയറക്റ്റ് തിയറി ഒക്കെ വളരെ റെയർ ആയിട്ടാണ് വരിക. അപ്പോൾ അതിന് ടെക്നിക്കൽ ആർട്ടിക്കിൾസ് റിയലി ഹെൽപ്സ് യു ബിക്കോസ് ഇറ്റ് കീപ്സ് യു അപ്പ് വിത്ത് ദ കറൻറ്റ് സിനാരിയോസ് ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ചെയ്തു. പിന്നെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ചോദ്യങ്ങളും പരമാവധി ചെയ്തു. അങ്ങനെ ഒക്കെ ഇറ്റ് വാസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. ആൻഡ് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി.